ബോസ് മലയാളം സീസൺ 7 അതിഗംഭീരമായ പ്രൗഢിയോടുകൂടി ആരംഭിച്ചിരിക്കുന്നു. ഇന്നത്തെ ഷോ കണ്ട മലയാളികളായ സകല ബിഗ് ബോസ് പ്രേക്ഷകരെയും ഏറ്റവും അമ്പരപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ ഓരോ വ്യക്തികളും ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയും, അത് ബിഗ് ബോസ് ഹൗസ് തന്നെയായിരുന്നു എന്ന്. എൻ്റെ മോനെ, ഒരു രക്ഷയുമില്ല. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും മനോഹരവും കൊട്ടാര സദൃശ്യവുമായ ഒരു ബിഗ് ബോസ് വീട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ഓരോ വർഷത്തെയും ബിഗ് ബോസ് വീട് പഴയതിൽ നിന്നും ഒത്തിരി അധികം വ്യത്യസ്തതകളും പുതുമകളും കൊണ്ട് നിറഞ്ഞതായിരിക്കും. പക്ഷേ ഇക്കുറി അണിയറ പ്രവർത്തകർ മലയാളികളെ ഞെട്ടിച്ചു കളഞ്ഞു. ഇന്നത്തെ ഷോയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ആ വലിയ വാതിലാണ്. അത് തുറക്കപ്പെടുന്നു. അതിനകത്തേക്ക് ക്യാമറ പ്രവേശിക്കുന്ന സമയത്ത് ലാലേട്ടൻ തന്റെ കയ്യിലൊരു സ്ക്രൂ ഡ്രൈവറും ഒക്കെ ആയിട്ട് പണിതുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാനിവിടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. തുടർന്ന് ലാലേട്ടൻ ആ സ്ക്രൂ ഡ്രൈവറൊക്കെ അവിടെ ഇട്ടിട്ട് വാ നമുക്ക് വീട് കാണാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുൻപായി തന്നെ ആ വിശാലമായ ഗാർഡൻ ഏറിയാണ് നമ്മൾ കാണുന്നത്. ആ ലുക്ക് തന്നെ കിടിലൻ എന്നേ പറയാൻ കഴിയുള്ളൂ. ബിഗ് ബോസ് എന്നുള്ള ആ വലിയൊരു എഴുത്തുണ്ടല്ലോ, സാധാരണ ഒരേ രീതിയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ആ വലിയ ചുവരെഴുത്ത്, അത് ഇക്കുറി വളരെ വ്യത്യസ്തമായിട്ട് മനോഹരമായ ഫോണ്ടിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു ആർച്ച് പോലെ ഒരു ഓവൽ ഷേപ്പിലൊക്കെയാണ് അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തുടർന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തെ കാഴ്ച ഒറ്റ നോട്ടത്തിൽ വൗ എന്ന് പറഞ്ഞു പോകും. അത്ര മനോഹരം, ഗംഭീരം എന്ന് വേണം പറയാൻ. വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. തുടർന്ന് കാണുന്നത് കിച്ചൺ ഏരിയയാണ്. എത്ര മനോഹരമായ ഒരു കിച്ചണാണ്. ബിഗ് ബോസ് വീട് ഒരു കൊട്ടാരമാണെങ്കിൽ ആ കൊട്ടാരത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഗംഭീരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന കിച്ചൺ. അടുത്തതായി കാണുന്നത് ഡൈനിങ് ടേബിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡൈനിങ് ടേബിൾ ഒക്കെ വളരെ സൂപ്പർ ആയിരുന്നു, നല്ല വലിപ്പവും ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി അത്രയും വലിപ്പമില്ല, പക്ഷേ കാഴ്ചയ്ക്ക് കിടിലൻ ലുക്കാണ്. പിന്നീട് ലാലേട്ടൻ സ്റ്റോർ റൂമിലേക്ക് പോകുന്നു. ചെറിയ ചെറിയ ഒട്ടനവധി ഷെൽഫ് കൊണ്ട് നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റോർ റൂമിന്റെ കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ അതിനകത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഈ സ്റ്റോർ റൂമിൽ കൂടി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ല എത്താൻ പോകുന്നത്, 7ന്റെ പണി കൂടി അവരെ കാത്തിരിപ്പുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. തുടർന്ന് കാണുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, ബെഡ്റൂം. സൗന്ദര്യത്തിന്റെ പ്രഭയിൽ അങ്ങനെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ബെഡ്റൂം. പക്ഷേ ഇത്രയും ആൾക്കാർക്ക് അതിനുള്ളിൽ കിടക്കാനുള്ള സൗകര്യമുണ്ടോ എന്നുള്ളത് ഇനിയും പരിശോധിക്കപ്പെടേണ്ടതാണ്. എങ്കിലും ആ ബെഡ്റൂമിൽ വലിയൊരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് ആ ബിഗ് ബോസ് വീട് മുഴുവനും ഒറ്റ നോട്ടത്തിൽ കാണുവാൻ കഴിയും. അതൊരു സുന്ദരമായ കാഴ്ച തന്നെയാണ്. തുടർന്ന് കാണുന്നത് കൺഫെക്ഷൻ റൂമിലേക്കുള്ളൊരു യാത്രയാണ്. ഒരിടുങ്ങിയ ഇരുണ്ട ഇടനാഴിയിൽ കൂടി മുൻപോട്ട് നടന്ന ലാലേട്ടൻ കൺഫെക്ഷൻ റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് കണ്ണഞ്ചിക്കുന്ന കാഴ്ചകളാണ്. അതിനകത്ത് വർണ്ണാഭമായ ദീപപ്രഭയിൽ അങ്ങനെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നത് പോലെ തോന്നുന്ന ഒരു കൺഫെഷൻ റൂം. അതിനകത്തേക്ക് കയറി ചെന്നിരുന്നിട്ട് ലാലേട്ടൻ അല്പസമയം ബിഗ് ബോസുമായി കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങുന്നു. അടുത്തത് കാണുന്നത് വിശാലമായ ലിവിംഗ് സ്പേസ്, മേക്കപ്പ് ഏരിയ, ബാത്റൂംസ് മുതലായതൊക്കെയാണ്. എത്ര ഗംഭീരമായും എത്ര മനോഹരമായുമാണ് അവിടമൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. അത് ഓരോന്നോരോന്നായി എടുത്തു കാട്ടിയിട്ട് ലാലേട്ടൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് കാണുന്നത് ഏറ്റവും ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അത് ബിഗ് ബോസ് സീസൺ 7 ജയിലാണ്. ഇത്രയും കാലം നമ്മൾ കണ്ട ഒരു ജയില് പോലെ അല്ല. ജയിലാണെന്നൊരിക്കലും പറയില്ല. ആ ജയിലിന്റെ വാതിൽ തുറക്കുന്നത് തന്നെ ഒരു സൈഡിലേക്ക് വലിച്ചു നീക്കുന്ന ചരിഞ്ഞ വാതിലാണ്. അകത്തേക്ക് നോക്കുമ്പോൾ കുറ്റവാളിക്ക് കിടക്കുവാനുള്ള ഒരു ബെഡ് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ചരിഞ്ഞതാണ്. ആശുപത്രിയിലൊക്കെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗികളെ തല അല്പം പൊങ്ങിയിരിക്കത്തക്കവണ്ണം കിടത്തുന്നത് പോലെ ഏകദേശം 45 ഡിഗ്രി ചരിഞ്ഞു കിടക്കുന്ന വിചിത്രമായൊരു ബെഡ്. അതിൽ കിടക്കുന്ന തടവുകാരൻ കഷായിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉറക്കം ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും അതിൽ കിടക്കില്ല. ഇതിനേക്കാൾ ഭേദം താഴെ ഇറങ്ങി സിമന്റ് തറയിൽ കിടക്കുന്നതാണ് എന്ന് തോന്നിപ്പോകും. കാഴ്ചയിൽ കിടിലൻ ലുക്കാണ്. പക്ഷേ ഇത് മണിയറയായിട്ട് ആരും കരുതരുത്, ഇത് തടവറ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പോകുന്നത്. അടുത്തതായി കാണുന്നത് പണിപ്പുര എന്ന് വലിയൊരു തലക്കെട്ട് എഴുതിയിരിക്കുന്ന റൂമാണ്. അവിടെ എന്തൊക്കെ പണിയാണ് മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും പണി പൂട്ടും. സേഫ് ഗെയിം കളിക്കുവാൻ വരുന്ന ആൾക്കാർ അവർ സൂക്ഷിച്ചോണം. സേഫ് ഗെയിം ഈസ് എ ഡേർട്ടി ഗെയിം. ഇത് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ അവിടുന്ന് തിരികെ പോകുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കിടിലൻ, മാസ്മരികമായ കണ്ണഞ്ചിക്കുന്ന കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ആഡംബര ലോകത്തിന്റെ അല്ലെങ്കിൽ ഒരു പറുദീസയുടെ ഫീൽ നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് ബിഗ് ബോസ് ഹൗസ്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്ന ദിവസങ്ങളിൽ അടിയും ബഹളവും നിലവിളിയും പാരവെപ്പും കുറ്റാരോപണങ്ങളും ഒക്കെ കേൾക്കാനും കാണാനും പോകുന്നത്. അത്യാഡംബരപൂർണമായ സമാധാനത്തോടും സന്തോഷത്തോടും പാർക്കേണ്ട ഒരിടം. ആ സ്ഥലത്താണ് ഭൂമിയിലെ ഏറ്റവും അധികം നെഗറ്റിവിറ്റി കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ നരകം എന്ന് തോന്നിക്കുന്ന വലിയ വൈരുദ്ധ്യങ്ങൾ കാണാൻ പോകുന്നത്.
എന്തായാലും തുടർന്ന് അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നറിയുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. ഒപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷൻ നിരന്തരമായി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.